വോട്ടിന്റെ കാര്യത്തിൽ ഭീകരതയും രാജ്യത്തിന്റെ അഖണ്ഡതയും കോൺഗ്രസിന് പ്രശ്നമല്ലെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. SDPI പിന്തുണ വേണ്ടെന്ന് പറയാൻ കോൺഗ്രസിന് 72 മണിക്കൂർ വേണ്ടിവന്നെന്നും അദ്ദേഹം പരിഹസിച്ചു. ഭീകരവാദത്തോട് എന്ത് ചെയ്യണമെന്ന് കോൺഗ്രസിന് സംശയമാണെന്നും വി മുരളീധരൻ കുറ്റപ്പെടുത്തി. തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കുമെന്ന CPM പ്രകടന പത്രികയ്ക്കും പരിഹാസം. കോൺഗ്രസിന് SDPIയുടെ പിന്തുണ വേണ്ടെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെ കേന്ദ്രമന്ത്രിയും NDA ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലം സ്ഥാനാർത്ഥിയുമായ വി മുരളീധരൻ രൂക്ഷ വിമർശനങ്ങളുമായി രംഗത്തെത്തി. SDPI പിന്തുണ വേണ്ടെന്ന് പറയാൻ കോൺഗ്രസിന് 72 മണിക്കൂർ വേണ്ടിവന്നു. വോട്ടിന്റെ കാര്യത്തിൽ ഭീകരതയും രാജ്യത്തിന്റെ അഖണ്ഡതയും കോൺഗ്രസിന് പ്രശ്നമല്ലെന്നും കേന്ദ്രമന്ത്രി വി മുരളീധരൻ വിമർശിച്ചു. കോൺഗ്രസ് എന്നുള്ള രാഷ്ട്രീയ പാർട്ടിക്ക് നമ്മുടെ നാട്ടിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള ഒരു ഭീകര സംഘടനയുടെ രാഷ്ട്രീയ പാർട്ടി ആ പാർട്ടി പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ എന്ത് വേണമെന്ന് തീരുമാനിക്കാൻ 72 മണിക്കൂർ എടുത്തു എന്ന് പറയുന്നത് തന്നെ കോൺഗ്രസിന് ഭീകരവാദത്തോടുള്ള സമീപനത്തെക്കുറിച്ച് ധാരാളം സംശയങ്ങൾ ഉയർത്തുക. മുസ്ലിം ലീഗിന്റെ പതാകയില്ലാതെ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ സംഘടിപ്പിച്ചതിനെ വി മുരളീധരൻ പരിഹസിച്ചു. വോട്ടിനു വേണ്ടി എന്ത് നിലപാടെടുക്കാനും കോൺഗ്രസ് തയ്യാറാകുമെന്നാണ് പരിഹാസം. അല്ല, ലീഗ് കോൺഗ്രസിന്റെ കൂടെ നിൽക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടാണോ അത് പ്രകടിപ്പിക്കാത്തത്? അതോ കോൺഗ്രസ്, രാഹുൽ ഗാന്ധിയും കോൺഗ്രസും മുസ്ലിം ലീഗിനെ വർഗീയ കക്ഷിയായിട്ട് കണക്കാക്കുന്നുണ്ടോ? അതുകൊണ്ട് മുസ്ലിം ലീഗ് ഞങ്ങളുടെ കൂടെയുണ്ട് എന്ന് പരസ്യമായിട്ട് പറയാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണോ? ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിരിക്കുന്നത് എന്ന് അവരാണ് വിശദീകരിക്കുന്നത്. ആർട്ടിക്കിൾ 370 പുനഃസ്ഥാപിക്കുമെന്നുള്ള CPM പ്രകടന പത്രികയും മന്ത്രി പരിഹസിച്ചു. ആരുടെയെങ്കിലും ചുമലിൽ കയറിയാണ് CPM മത്സരിക്കുന്നതെന്നാണ് പരിഹാസം. ആറ്റിങ്ങൽ മണ്ഡലം തെരഞ്ഞെടുപ്പ് വികസന രേഖയുടെ പ്രകാശനത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജനം, തിരുവനന്തപുരം.